ഞങ്ങളവിടെ ചെന്നപ്പോഴേ ആ വീട്ടിൽ ഞങ്ങൾ ചെന്ന വീട്ടിൽ ഏകദേശം ഒരു 100-150 പശുക്കളൊക്കെ ഉള്ള ഒരു വലിയ ഫാം നടത്തുന്ന ഒരു ഫാമിലിയാണ് അവർ. അപ്പോൾ ഞങ്ങളവിടെ ചെന്ന് ഈ പ്രൊഡക്റ്റുകളൊക്കെ എടുത്ത് വെച്ച് ഇതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഡെമോ ഒക്കെ കാണിച്ച് ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു സൈക്കിളിൽ പാലുമായിട്ട് പാൽപാത്രം വെച്ചിട്ട് സൈക്കിളിൽ ഒരാൾ അവിടെ വന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് ഇവിടുന്ന് പാല് കൊണ്ടുപോകാനും വേണ്ടി വന്ന ആളാണെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷെ ആ സമയത്ത് അവിടുത്തെ അമ്മ വേഗം തന്നെ പാല് വാങ്ങാനായിട്ട് ഒരു പാത്രം എടുത്തിട്ട് പുറത്തേക്ക് വന്നു. അപ്പം ഞങ്ങൾ നോക്കുമ്പോൾ ഈ വണ്ടിയിൽ വന്ന ആള് അയാളുടെ പാത്രത്തിൽ നിന്ന് പാല് ഈ അമ്മ കൊണ്ടുപോയ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ആ മനുഷ്യൻ പോയി കഴിഞ്ഞപ്പോഴേ എനിക്ക് ചോദിക്കാതിരിക്കാൻ പറ്റിയില്ല. ഞാൻ ചോദിച്ചാൽ ഇവിടെ ഇത്രയും പശുക്കളെ വളർത്തി ഇവിടെ ഇത്രയും പാല് ഉത്പാദിപ്പിക്കുന്നു, പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ ആളുടെ അടുത്ത് നിന്ന് പാല് വാങ്ങിയെന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞത് ഇത് കുളന്തകൾക്ക് കൊടുക്കക്കൂടാതെ. അതായത് അവരുടെ വീട്ടിൽ അത്രയും പശുക്കളെ വെച്ചിട്ട് അവർ നടത്തുന്നു, അവിടെ ഇഷ്ടംപോലെ പാല് ഉണ്ട്, പക്ഷെ ആ പാല് അവർ കുട്ടികൾക്ക് കൊടുക്കില്ല എന്ന്. അവരുടെ മകന് 2 മക്കളുണ്ട്, ചെറിയ കുട്ടികളാണ്. അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് നാടൻ പശുവിൻ്റെ പാലാത്രേ. അതായത് പുല്ല് നമ്മൾ പഴയ രീതിയിൽ പശുവിന് പുല്ലും മേഞ്ഞ് നടന്നൊക്കെ പശുവിനെ തീറ്റിക്കുന്ന അങ്ങനെയുള്ള ഒരു വ്യക്തി കൊണ്ടുവന്ന പാലാണ് ഈ അമ്മ വാങ്ങിയത്. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആളുകൾക്കെല്ലാം അറിയാം നമ്മളിപ്പോൾ ഈ രാസവളങ്ങൾ ഉപയോഗിക്കുമ്പോഴും കീടനാശിനികൾ ഉപയോഗിച്ച് കൃഷി ചെയ്യുമ്പോഴും പശുക്കളെ ഡയറി ഫാമിൻ്റെ കാര്യങ്ങളൊക്കെയാണ് സാറ് പറഞ്ഞത്. പശുക്കൾക്ക് നമ്മൾ വളർത്തുമ്പോഴും അവർക്ക് കൊടുക്കുന്ന തീറ്റയും ഇതെല്ലാവരും നല്ലതല്ല എന്ന് നമ്മൾക്കൊക്കെ അറിയാം. ഇതൊക്കെ അറിയാമെന്നിട്ട് നമ്മൾ ഇതിനെ ഫോളോ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? പൊതുവെ കർഷകർക്കുള്ളൊരു പേടിയെന്ന് വെച്ചാൽ ചിലവ് കൂടുതലാണ്. ഓർഗാനിക്കിലേക്ക് വരണമെന്ന് പറയുമ്പോൾ കർഷകർക്ക് തോന്നുന്നത് നമുക്ക് ചിലവ് കൂടുതലാണ്, വരവ് കുറവാണ്. അപ്പോൾ അതാണ് പൊതുവെ കർഷകരെ സംബന്ധിച്ച് കൃഷിയിൽ നിന്ന് തന്നെ പുറകോട്ട് പോകുന്നതിൻ്റെ ഒരു പ്രധാന കാരണമാണ്. ഇതിപ്പോൾ നമുക്കറിയാം പുതിയ തലമുറയൊന്നും കൃഷിയിലേക്ക് അങ്ങനെ വരുന്നില്ല. അതിൻ്റെ പ്രധാന കാരണം അവരുടെ ഇന്നത്തെ ഒരു ലൈഫ് സ്റ്റൈലിനനുസരിച്ചിട്ടുള്ള ഇൻകം ഒന്നും കൃഷിയിൽ നിന്നും കിട്ടില്ല എന്നുള്ളൊരു തെറ്റായ ധാരണയാണ്. അപ്പം അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓർഗാനിക്കായിട്ട് കൃഷി എങ്ങനെ ചെയ്യണം, നല്ല ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് ശരിയായ രീതിയിൽ നമ്മളത് അറിവ് നേടി നമ്മൾ കൃഷി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ ചിലവ് കുറഞ്ഞ് നല്ല ഈൽഡോട് കൂടിയിട്ട് നമ്മൾ നല്ല വരുമാനം, സ്ഥിരമായ വരുമാനം നമുക്ക് കിട്ടത്തക്ക രീതിയിൽ ഈ ഓർഗാനിക് വളങ്ങൾ ഉപയോഗിച്ച് കൃഷി ചെയ്യാമെന്ന് കഴിഞ്ഞ 4 വർഷമായിട്ട് ഞങ്ങൾ മനസ്സിലാക്കിയ ആളുകളാണ്. ഞങ്ങളിതിനെ അറിഞ്ഞ സമയം മുതൽ നമ്മൾ പൂർണ്ണമായിട്ടും ഈ ഒരു ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ഇപ്പോൾ ഈ 4 വർഷം കൊണ്ട് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ആകെ 3 ഏക്കർ ഭൂമിയാണുള്ളത്. അതിനകത്ത് തെങ്ങ്, അതുപോലെ ജാതി, കവുങ്ങ് ഇതൊക്കെയാണ് ഞങ്ങൾ കൃഷി ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ ഇതിൽ ചിലവ് കുറച്ച് നമ്മൾക്ക് ചെയ്യാം എന്ന് നമുക്ക് മനസ്സിലായതോടുകൂടി നമ്മൾ ലീസിനെടുത്തിട്ട് നമ്മൾ കൃഷികൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ അടുത്തിടെ നമ്മൾ ലീസിനെടുത്ത് ചെയ്തത് ഒരു 8 ഏക്കർ ഭൂമിയിൽ നമ്മൾ പപ്പായ, അതുപോലെ മഞ്ഞൾ, കൂർക്കുമി കണ്ടന്റ് കൂടിയിട്ടുള്ള പ്രതിഭ എന്നുള്ളൊരു മഞ്ഞൾ, പൂവ, ഇത്തരം പ്രൊഡക്റ്റുകളെ ഉൽപ്പന്നങ്ങളാണ് നമ്മളിപ്പോൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഗ്രാൻഡൈൻ്റെ റോബസ്റ്റിൻ്റെ മഞ്ഞ കളറിലുള്ള ആ ഒരു പഴമുണ്ടല്ലോ, അതാണ് നമ്മൾ വാഴ കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഇത് വളരെ നല്ല ഗ്രാൻഡായിട്ട് ഇപ്പോൾ നമുക്ക് പൂവയും മഞ്ഞളൊക്കെ ഒരു ഡിസംബർ ലാസ്റ്റോടുകൂടി നമുക്ക് വിളവെടുക്കേണ്ട ഒരു ടൈമിലേക്കായി. അത്രയും നല്ല രീതിയിൽ നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട്, നമുക്ക് ചിലവ് കുറവാണ്. ഒപ്പം തന്നെ നമ്മൾ പല സ്ഥലങ്ങളിലും ലീസിനെടുത്തിട്ട് പപ്പായ കൃഷിയും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾക്ക് പപ്പായയുടെ ട്രേഡിങ് കൂടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ റെഡ് ലേഡി പപ്പായയാണ് നമ്മളതിനകത്ത് കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് മാർക്കറ്റിംഗ് കൂടി നമ്മൾ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ചിലവ് കുറച്ച് വരവ് കൂട്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. തെങ്ങിൻ്റെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇതിനു മുൻപ് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ 2 ആളും പാരമ്പര്യമായിട്ട് കർഷകരൊന്നുമല്ല. എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂരാണ് ഞങ്ങളുടെ സ്ഥലം. ഏകദേശം 15 വർഷമായി നമ്മൾ പാലക്കാട് മണ്ണാമട ഒരു 3 ഏക്കർ സ്ഥലം എടുത്തിട്ട് ഇപ്പോൾ 8 വർഷമായിട്ട് ഇവിടെ നമ്മൾ സ്ഥിര താമസക്കാരാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെയുള്ള ആളുകൾ എന്തൊക്കെയാണ് നമ്മുടെ പക്കത്തെ കാട്ടുകാർ എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അതുപോലെ തന്നെയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ വർഷത്തിൽ 2 തവണ സാറ് പറഞ്ഞ പോലെ വളം ചേർക്കുമ്പോൾ